ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുക ക്ഷമയെക്കുറിച്ചാണ്. വാക്ക് ചെറുതാണ്, 2 അക്ഷരമേ ഉള്ളൂ. പക്ഷേ പ്രാവർത്തികമാക്കണമെങ്കിൽ 2 ജന്മം വേണ്ടിവരില്ലേ? ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ നാഥ, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആലപിക്കുന്ന മനോഹരമായ ഒരു ഗാനമുണ്ടത്രേ. എത്ര ഹൃദ്യമാണ് ഈ ഗാനം! ജീവിതം മുഴുവൻ നമ്മൾക്ക് പ്രാവർത്തികമാക്കേണ്ട ഒരു പുണ്യമാണ് ക്ഷമ. എത്ര ചെയ്താലും എത്ര പറഞ്ഞാലും ഒട്ടും കുറഞ്ഞു പോകാത്ത ഒന്ന്. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും ഈ ക്ഷമയെന്ന പുണ്യം എത്ര പ്രാവശ്യം നമ്മളൊക്കെ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓരോ നോയമ്പ് കാലഘട്ടത്തിലും സഭയും ദൈവവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ കൂടുതൽ ക്ഷമിക്കേണ്ട വ്യക്തി ആകണം എന്ന്. പക്ഷെ പലപ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാനും നീയുമൊക്കെ വീണു പോകാറുണ്ട്, ക്ഷമിക്കാൻ സാധിക്കാതെ പോകാറുണ്ട്. മറ്റുള്ളവരോട് കുറവുകളെ നോക്കി നാം ജീവിക്കാറുണ്ട്. അപ്രകാരം ക്ഷമയെന്ന പുണ്യം നമ്മിൽ നിന്നൊക്കെ അകന്നു പോകാറുണ്ട്. ഈ 40 ദിനം നമ്മെ ക്ഷമയെന്ന പുണ്യത്തിലേക്ക് നടത്തുന്ന നൽവഴികളായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെയും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കണമേ. അപ്രകാരം നിന്റെ നല്ല മകനാകുവാൻ, നല്ല മകളാകുവാൻ അനുഗ്രഹിക്കണമേ.